മഹാഭാഗവതം ആദ്യമായിട്ട് ചൊല്ലിക്കേട്ടത് പരീക്ഷിത്ത് മഹാരാജാവാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് അത് ചൊല്ലിക്കൊടുത്തത് വ്യാസൻ്റെ പുത്രനായ ശ്രീ ശുകബ്രഹ്മർഷിയുമാണ്. വ്യാസനാണ് മഹാഭാഗവതം രചിച്ചത്. ഇനി പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം കൊണ്ടാണ് ഈ മഹാഭാഗവതം ചൊല്ലിക്കൊടുത്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷിത്ത് മഹാരാജാവ് നായാട്ടിനിറങ്ങിയപ്പോൾ വിശപ്പും ദാഹമൊക്കെ കൊണ്ട് ക്ഷീണിതനായി തീർന്നു. ക്ഷീണമൊക്കെ വന്നപ്പോൾ ജലം അന്വേഷിച്ചിറങ്ങി. ഇറങ്ങിയപ്പോൾ ഒരു മുനിയെ കണ്ടു. മുനിയോട് സ്വല്പം ജലം ചോദിച്ചു. മുനി കണ്ണു തുറന്ന് നോക്കിയില്ല, മറുപടി പറഞ്ഞില്ല. അത് ഒരു ധിക്കാരമായി തെറ്റിദ്ധരിച്ച രാജാവ് സമീപത്ത് ചത്ത് കിടന്നിരുന്ന ഒരു പാമ്പിനെ മുനിയുടെ കഴുത്തിലെടുത്തിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുനികുമാരൻ അവിടെ വന്നു. അച്ഛൻ്റെ കഴുത്തിൽ പാമ്പ് കിടക്കുന്നത് കണ്ടുകൊണ്ട്, ചത്ത പാമ്പ് കിടക്കുന്നത് കണ്ടുകൊണ്ട് ശപിച്ചു. അതാരാണോ അത് ചത്ത പാമ്പിനെ കഴുത്തിലിട്ടത്, അയാൾ 7-ാം പക്കം പാമ്പ് കടിച്ചു മരിക്കട്ടെ എന്ന ശാപമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുനി ധ്യാനത്തിൽ നിന്നുണരുകയും സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. പരീക്ഷിത്ത് രാജാവ് വിവരമില്ലാതെ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി മകനോട് പറഞ്ഞു, രാജാവ് വിവരമില്ലാതെ ചെയ്ത തെറ്റ് ക്ഷമിക്കുന്നതിന് പകരം ശപിച്ചത് അവിവേകമായി പോയി എന്ന് മകനോട് പറഞ്ഞു. എന്നിട്ട് പ്രതിവിധി എടുക്കത്തക്കവണ്ണം ശാപവിവരം പരീക്ഷിത്ത് രാജാവിനെ അറിയിച്ചു. പരീക്ഷിത്ത് രാജാവ് ഗംഗാ നദിയിലെ മധ്യത്തിൽ ഇഴജന്തുക്കൾക്ക് പോലും കയറാൻ പറ്റാത്ത വിധം ഒറ്റ തൂണിൽ ഒരു മണ്ഡപം നിർമ്മിച്ചു. 7 ദിവസം ആ മണ്ഡപത്തിൽ ഈശ്വരചിന്തയിൽ മാത്രം കഴിഞ്ഞ് നിരാഹാരവ്രതമനുഷ്ഠിച്ച് കഴിയാൻ തീരുമാനിച്ചു. അപ്പോൾ ചില ബ്രാഹ്മണ ശ്രേഷ്ഠരും മഹർഷിമാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നൊരു പ്രധാനിയായിരുന്നു വേദവ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷി.